മിസ്റ്റർ ഡാസിയുടെ ആ ഗൗരവം അല്ലെങ്കിൽ ചാൻഡലർ ബിങ്ങിന്റെ രസകരമായ തമാശകൾ. സിനിമയിലോ പുസ്തകത്തിലോ ഉള്ള ഇത്തരം കഥാപാത്രങ്ങളെ ജീവിത പങ്കാളിയായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലരും എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാകും. എന്നാൽ ഈ സാങ്കല്പിക കഥാപാത്രങ്ങളെ യഥാർത്ഥമായി പ്രണയിക്കുകയും അവനുമായി ജീവിതം പങ്കിടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ടെന്ന് അറിയാമോ? ഇതിനെയാണ് ഫിക്ടോസെക്ഷാലിറ്റി എന്ന് വിളിക്കുന്നത്. സിനിമകൾ, പുസ്തകങ്ങൾ, വീഡിയോ ഗെയിമുകൾ എന്നിവയിലെ സാങ്കല്പിക കഥാപാത്രങ്ങളോട് തോന്നുന്ന തീവ്രമായ വൈകാരികമോ ലൈംഗികമോ ആയ ആകർഷണമാണിത്. ഇത്തരക്കാർക്ക് യഥാർത്ഥ മനുഷ്യരെക്കാൾ കൂടുതൽ താല്പര്യം ഈ സാങ്കല്പിക രൂപങ്ങളോടായിരിക്കും. ഇതൊരു തമാശയല്ല, മറിച്ച് അവർക്ക് വളരെ അർത്ഥവത്തായ ഒരു ബന്ധമാണ്. എന്നാൽ ഇതൊരു രോഗമല്ല, മറിച്ച് മനുഷ്യ ലൈംഗികതയിലെ വൈവിധ്യങ്ങളിൽ ഒന്നായാണ് വിദഗ്ധർ ഇതിനെ കാണുന്നത്. പലപ്പോഴും അസെക്ഷൽ വിഭാഗത്തിന് കീഴിലുള്ള ഒരു മൈക്രോ ലേബലായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഫിക്ടോസെക്ഷൽ ഒരു അസെക്ഷൽ ആകണമെന്നില്ല. ഇവർ സ്ട്രൈറ്റോ, ഗേയോ, പാൻസെക്ഷലോ ഒക്കെ ആകാം. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് പകരം ആളുകൾ സങ്കല്പങ്ങളെ പ്രണയിക്കുന്നത്? കാരണം നഷ്ടപ്പെടുമോ എന്ന പേടി വേണ്ട എന്നത് തന്നെയാണ്. ഈ ബന്ധത്തിന്റെ വേഗതയും തീരുമാനങ്ങളും പൂർണ്ണമായും സ്വന്തം നിയന്ത്രണത്തിലായിരിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ചുരുക്കത്തിൽ മനുഷ്യർക്ക് നൽകാൻ കഴിയാത്ത ഒരു സുരക്ഷിത ബോധം ഇവർക്ക് ഈ സാങ്കല്പിക ലോകം നൽകുന്നു. 2018 ഒരു ഹോളോഗ്രാഫിക് പോപ്പ് താരത്തെ വിവാഹം കഴിച്ച അക്കിഹിക്കോ കൊണ്ടോ പറഞ്ഞത്, അവൾ ഒരിക്കലും എന്നെ ചതിക്കില്ല, ഒരിക്കലും മരിക്കില്ല എന്നാണ്. ഇന്ന് AI കാമുകന് വേണ്ടി വിവാഹമോചനം നേടുന്നവരുടെ വാർത്തകൾ പോലും നമ്മൾ കേൾക്കുന്നു. മനുഷ്യവംശത്തിന്റെ ഭാവിയെക്കുറിച്ച് ഇത്തരം വൈവിധ്യമാർന്ന ലൈംഗിക താല്പര്യങ്ങൾ ചിലരിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. മാറിവരുന്ന ഈ ലോകത്ത് പ്രണയത്തിന്റെ അതിർവരമ്പുകൾ മായുകയാണോ, അതോ മനുഷ്യബന്ധങ്ങളിലെ വിടവുകൾ സാങ്കല്പിക ലോകം നികത്തുകയാണോ? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.